ശ്രദ്ധ ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു നിരീക്ഷണം, നമ്മൾ ചെയ്യുന്നതൊക്കെ ഒന്ന് വെറുതെ അങ്ങോട്ട് എല്ലാം നല്ല കാലമാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകരുത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കും അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളും, അപ്രതീക്ഷിതമായ ധനനേട്ടം, വിവാഹം നടക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ വിവാഹം, 7ലേക്കുള്ള ദൃഷ്ടി ഉണ്ടല്ലോ, 7 എന്ന് പറഞ്ഞാൽ അതുപോലെ സുഹൃത്ത് ബന്ധങ്ങൾ, പങ്കാളിത്ത ബിസിനസ്സുകൾ, അതാണ് അതിനകത്ത് കൂട്ടുകച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ സൗഹൃദം മെച്ചപ്പെടും. അപ്പൊ ഇടിയുണ്ടാവില്ല, നന്നായി പോകാൻ പറ്റും. അത് വരുന്നു. പിന്നെ 9ലേക്ക് നോക്കുമ്പോൾ ഭാഗ്യം. അപ്പൊ ഭാഗ്യം കൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ഗുരുകാരണന്മാരുടെയൊക്കെ അനുഗ്രഹം, ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമുക്കൊരു അംഗീകാരം, ബോസും ഒക്കെ ആയിട്ട് നല്ലൊരു, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ആ സജഷനൊക്കെ ചിലപ്പോൾ അവര് അക്സെപ്റ്റ് ചെയ്യും. ഒരു അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. അതായത് ജോലി സ്ഥലങ്ങളിൽ അവർക്ക് നേട്ടം ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് സ്വന്തം പ്രയത്നം കൊണ്ട് പല ഇത്രയും നാള് ചെയ്ത് ബോറടിച്ചിരിക്കുന്നതൊന്നും അല്ല, പുതിയ ആശയങ്ങൾ വരും, പുതിയ വഴിത്തിരിവുകൾ വരും, ഒരു റീസ്ട്രക്ചറിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുതിയ മേഖലകൾ കണ്ടെത്താൻ ശ്രമിക്കും. അപ്പൊ അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൂടി ആവശ്യമാണ്. കാരണം എത്ര വന്നാലും 3-ലാണെന്നുള്ളതൊരു ഇത് വേണം. നേരത്തെ 2-ലായിരുന്നു നിന്നിരുന്നത്, ഇപ്പൊ 3-ലാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഒരു ശ്രദ്ധ വേണമെന്നേ ഉള്ളൂ. പക്ഷെ ദൃഷ്ടിക്ക് നല്ല ഗുണമാണ്. 7ലേക്കും 9ലേക്കും 11ലേക്കും നോക്കുന്നത് കൊണ്ട് ഈ ശനി 11-ൽ നിൽക്കുന്നു, വ്യാഴം നിൽക്കുന്നു, എല്ലാം കൊണ്ട് അവർക്ക് അനുഗ്രഹമാണ്.